ഓരോ മാസവും നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം ക്ഷേത്രത്തിൽ പോകുന്നുണ്ടോ? പൂജ ചെയ്യുന്നു, നേർച്ചയിടുന്നു, എന്നാൽ ജീവിതത്തിൽ മാറ്റമില്ലേ? അപ്പോഴൊരു സത്യം കേൾക്കണം. നിങ്ങൾ ചെയ്യുന്ന പൂജകൾ തന്നെ നിങ്ങളുടെ ഭാഗ്യം തടയുന്നുണ്ടാകാം. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മളിൽ 90% പേരും നമ്മളുടെ നക്ഷത്രത്തിന് പൊരുത്തപ്പെടാത്ത പൂജാ സാമഗ്രികളാണ് ഉപയോഗിക്കുന്നത്. ഓരോ നക്ഷത്രത്തിനും ഒരു പ്രത്യേക ഊർജവും ഒരു വൈബ്രേഷനും ഉണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിലെ സമ്പത്ത്, ആരോഗ്യം, ബന്ധങ്ങൾ, ഭാഗ്യം എല്ലാം സ്വാധീനിക്കുന്നു. നിങ്ങളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ എല്ലാവർക്കും ഒരേ മരുന്ന് കൊടുക്കുമോ? ഇല്ല. എല്ലാവർക്കും വ്യത്യസ്ത മരുന്നാണ്. ഓരോരുത്തർക്കും വ്യത്യസ്ത മരുന്നാണ്. അതുപോലെ തന്നെയാണ് ഓരോ നക്ഷത്രത്തിനും വേറിട്ട ദ്രവ്യങ്ങളുണ്ട്. ഇതെന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ ഗ്രഹസ്ഥിതി ബാലൻസ് അല്ലെങ്കിൽ അലൈൻ ചെയ്യുന്നു. പക്ഷേ നമ്മൾ ജനറിക്കായി പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട അനുഗ്രഹം ഡിലേ ആകുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? എല്ലാവരും ഒരേപോലെ തേങ്ങ, പൂവ്, പഴം ഇതൊക്കെ മാത്രം സമർപ്പിക്കുന്നു. ഇത് തെറ്റല്ല, പക്ഷേ ഇത് നിങ്ങളുടെ നക്ഷത്രത്തിന്റെ ആ ഒരു ശക്തി, എനർജി ആക്ടിവേറ്റ് ചെയ്യില്ല. ഇനി എന്താ ചെയ്യുക? നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം മെറ്റമോളിക് ദ്രവ്യാസ്, അതായത് നിങ്ങൾക്ക് എനർജി തരുന്ന ദ്രവ്യങ്ങൾ ഉപയോഗിക്കണം. ഇത് കേട്ടാൽ വലിയ കാര്യമായി തോന്നും, പക്ഷെ വളരെ സിമ്പിളാണ്. നമ്മളിൽ പലരും പറയുന്നു എത്ര പൂജ ചെയ്താലും ഫലം കാണുന്നില്ല. അത് കാരണം നിങ്ങൾ തെറ്റായി ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് ശരിയായ മാർഗം ആരും പറഞ്ഞു തന്നിട്ടില്ല. ദൈവം ഒരിക്കലും നമ്മളെ അവഗണിക്കില്ല. പക്ഷേ നമ്മൾ ശരിയായ രീതിയിൽ ദൈവവുമായി ഫ്രീക്വൻസിയിൽ കണക്ട് ചെയ്യണം. 27 നക്ഷത്രങ്ങൾക്കും ശരിയായ സമർപ്പണങ്ങൾ ഞാൻ പറയാൻ പോകുന്നു. ഇത് സേവ് ചെയ്യൂ, കാരണം ഇത് നിങ്ങളുടെ ജീവിതം മാറ്റാം. ഓർമ്മിക്കൂ, ഇതൊരു വിശ്വാസം മാത്രമല്ല, നിങ്ങളുടെ എനർജി അലൈൻ ചെയ്യാനുള്ള ഒരു മാർഗമാണ്. അശ്വതി നക്ഷത്രക്കാരെ, നിങ്ങൾ ഇനിയും സാധാരണ പൂജ തന്നെയാണോ ചെയ്യുന്നത്? ഇതാണ് നിങ്ങളുടെ ഗ്രോത്ത്, അതായത് നിങ്ങളുടെ വളർച്ച സ്ലോ ആക്കുന്നത്, പതുക്കെയാക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടത് നെയ് സമർപ്പണമാണ്. ഇത് നിങ്ങളുടെ എനർജി ആക്ടിവേറ്റ് ചെയ്യും. കൂടുതൽ അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് തുറക്കും. അശ്വതിയാണോ? താഴെ കമന്റ് ചെയ്യൂ. ഭരണി നക്ഷത്രക്കാരെ, നിങ്ങൾ അറിയാതെ ഒരു തെറ്റ് ചെയ്യുന്നു. അൺനോയിങ്ലി ഒരു വലിയ തെറ്റ് ചെയ്യുന്നു. നിങ്ങൾ തേങ്ങ മാത്രം സമർപ്പിക്കുന്നുണ്ടോ? അത് മതിയാവില്ല. നിങ്ങൾക്ക് വേണ്ടത് കറുത്ത എള്ള്. ഇത് നിങ്ങളുടെ കർമ്മ ക്ലെൻസ് ചെയ്യും. ഇത് നിങ്ങളുടെ പാപഭാരം കുറയ്ക്കാൻ സഹായിക്കും. ഭരണി നക്ഷത്രമുള്ളവർ കമന്റ് ചെയ്യൂ. കാർത്തിക നക്ഷത്രമുള്ളവർ, നിങ്ങൾക്ക് കോപം കൂടുതലാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ആങ്കർ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലേ? കാരണം നിങ്ങളുടെ ഉള്ളിലെ ചൂട് അധികമാണ്. നിങ്ങൾ സമർപ്പിക്കേണ്ടത് തേൻ. ഇത് മനസ്സിനെ ശാന്തമാക്കും. കാർത്തിക നക്ഷത്രക്കാർ താഴെ കമന്റ് ചെയ്യൂ. രോഹിണി നക്ഷത്രമുള്ളവർ, നിങ്ങൾക്ക് സമൃദ്ധി കിട്ടുന്നില്ലേ? അതായത് നിങ്ങളുടെ അബൻഡൻസ് ബ്ലോക്ക്ഡ് ആയ മാതിരി തോന്നുന്നുണ്ടോ? കാരണം ശരിയായ സമർപ്പണമില്ല. നിങ്ങൾക്ക് വേണ്ടത് പാൽ സമർപ്പണം. ഇത് സമൃദ്ധി, അബൻഡൻസ് കൊണ്ടുവരാൻ സഹായിക്കും. രോഹിണിയാണോ? കമന്റ് ചെയ്യൂ. മകയിര നക്ഷത്രമുള്ളവർ, നിങ്ങളുടെ മൈൻഡ് റെസ്റ്റ്ലെസ് ആണോ? അതായത് ശാന്തമല്ലേ മനസ്സ്? കാരണം നിങ്ങളുടെ മൈൻഡിൽ ഇന്നർ ബാലൻസ് ഇല്ല. ഉള്ളിൽ സമത്വം കുറവാണ്. നിങ്ങൾ സമർപ്പിക്കേണ്ടത് വെള്ളരി. ഇത് നിങ്ങൾക്ക് കൂളിംഗ് എനർജി നൽകും. ഇത് നിങ്ങൾക്ക് ശാന്തത നൽകും. മകയിര നക്ഷത്രക്കാർ കമന്റ് ചെയ്യൂ. തിരുവാതിര നക്ഷത്രമുള്ളവർ, നിങ്ങൾക്ക് പീസ് അല്ലെങ്കിൽ മനസമാധാനമില്ലേ? കാരണം നിങ്ങൾക്ക് ഇമോഷണൽ ഇംബാലൻസ് ആണ്. നിങ്ങളുടെ വികാരങ്ങൾക്ക് നിയന്ത്രണങ്ങളില്ല. നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളം അഭിഷേകം. ഇത് നിങ്ങളുടെ മൈൻഡ് കാം ചെയ്യും. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കും. തിരുവാതിരയാണോ? കമന്റ് ചെയ്യൂ. പുണർതം നക്ഷത്രക്കാർ, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വരുന്നുണ്ടോ? റിപ്പീറ്റഡ് സ്ട്രഗിൾസ് ആണോ? കാരണം നിങ്ങളുടെ ഒരു എനർജി ലൂപ്പ് ബ്രേക്ക് ആയിട്ടില്ല. ആ ഒരു ചക്രം ലൂപ്പ് മാറുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് പഴം സമർപ്പണം. ഇത് പോസിറ്റീവ് സൈക്കിൾ ആക്ടിവേറ്റ് ചെയ്യും. ഇത് നല്ല മാറ്റങ്ങൾ തുടങ്ങാൻ സഹായിക്കും. പുണർത നക്ഷത്രക്കാർ കമന്റ് ചെയ്യൂ.
പൂയ നക്ഷത്രക്കാർ, നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഡിലേ ആകുന്നുണ്ടോ? അനുഗ്രഹങ്ങൾ വൈകുന്നുണ്ടോ? ഇതിന് കാരണം നിങ്ങളുടെ എനർജി ഫ്ലോ സ്ലോ ആണ്. അതായത് നിങ്ങളുടെ ആ ഒരു എനർജി പ്രവാഹം മന്ദഗതിയിലാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നെയ്യും പാലും അഭിഷേകം. ഇത് ഡിവൈൻ ഗ്രേസ് അട്രാക്ട് ചെയ്യും. ഇത് ദൈവാനുഗ്രഹം വേഗത്തിൽ കിട്ടാൻ സഹായിക്കും. പൂയമാണോ? കമൻറ്റ് ചെയ്യൂ. ആയില്യം നക്ഷത്രക്കാർ, നിങ്ങൾക്ക് നെഗറ്റീവ് അനുഭവങ്ങളുണ്ടോ? നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടോ? കാരണം നിങ്ങളുടെ പ്രൊട്ടക്ഷൻ വീക്കാണ്, സംരക്ഷണം കുറവാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പാലും കറുത്ത എള്ളും. ഇത് നിങ്ങൾക്ക് ശക്തമായ പ്രൊട്ടക്ഷൻ, ശക്തമായ സംരക്ഷണം നൽകും. ആയില്യം നക്ഷത്രക്കാരുണ്ടോ? കമൻറ്റ് ചെയ്യൂ. മകം നക്ഷത്രം, മറ്റുള്ളവർ നിങ്ങൾക്ക് ബഹുമാനം തരാത്ത മാതിരി തോന്നിയിട്ടുണ്ടോ? അതായത് റെസ്പെക്റ്റ് കുറവാണോ? കാരണം നിങ്ങളുടെ അതോറിറ്റി എനർജി വീക്കാണ്, നിങ്ങളുടെ ശക്തി കുറവാണ്. നിങ്ങൾ സമർപ്പിക്കേണ്ടത് തേങ്ങ. ഇത് പവർ റീസ്റ്റോർ ചെയ്യും. ഇത് ആത്മവിശ്വാസം കൂട്ടും. മകം നക്ഷത്രക്കാർ കമൻറ്റ് ചെയ്യൂ. പൂരം നക്ഷത്രം, നിങ്ങൾക്ക് ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടോ? റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടോ? കാരണം ഹാർമണി കുറവാണ്, സൗഹൃദങ്ങളും കുറവാണ്. നിങ്ങൾക്ക് വേണ്ടത് ചന്ദനം. ഇത് ബോണ്ടിങ് ഇംപ്രൂവ് ചെയ്യും. ഇത് ബന്ധങ്ങൾ മെച്ചപ്പെടുത്തും. പൂരമാണോ? കമൻറ്റ് ചെയ്യൂ. ഉത്രം നക്ഷത്രം, നിങ്ങൾക്ക് അംഗീകാരം കിട്ടുന്നില്ലേ? റെക്കഗ്നീഷൻ കിട്ടുന്നില്ലേ? കാരണം നിങ്ങളുടെ വിസിബിലിറ്റി എനർജി ലോ ആണ്. നിങ്ങളുടെ കഴിവ് പുറത്തു വരുന്നില്ല. നിങ്ങൾക്ക് വേണ്ടത് നെയ്വിളക്ക്. ഇത് സക്സസ് അട്രാക്ട് ചെയ്യും. ഇത് വിജയത്തിന് സഹായിക്കും. ഉത്തരനക്ഷത്രമുള്ളവർ കമൻറ്റ് ചെയ്യൂ. അത്തം നക്ഷത്രമുള്ളവർ, നിങ്ങളുടെ പരിശ്രമങ്ങൾ ആരും കാണുന്നില്ലേ? നിങ്ങളുടെ എഫേർട്സ് അൺനോട്ടീസ്ഡ് ആണോ? കാരണം നിങ്ങളുടെ അപ്രീസിയേഷൻ എനർജി ബ്ലോക്ക്ഡ് ആണ്. നല്ല ശക്തി അടഞ്ഞിരിക്കുന്നു. നിങ്ങൾ സമർപ്പിക്കേണ്ടത് പൂവ്. ഇത് പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കും. നല്ല കാര്യങ്ങൾ വർദ്ധിക്കും. അത്തമാണോ? കമൻറ്റ് ചെയ്യൂ. ചിത്ര നക്ഷത്രമുള്ളവർ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ബ്ലോക്ക്ഡ് ആണോ? നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ലേ? കാരണം അത് അടഞ്ഞിരിക്കുകയാണ്. എക്സ്പ്രഷൻ എനർജി സ്റ്റക്കാണ്. നിങ്ങൾക്ക് വേണ്ടത് തേനും പാലും. ഇത് ക്രിയേറ്റിവിറ്റി തുറക്കും. നിങ്ങളുടെ കഴിവുകൾ തുറക്കും. ചിത്ര നക്ഷത്രമുള്ളവർ കമൻറ്റ് ചെയ്യൂ. ചോദ്യ നക്ഷത്രമുള്ളവർ, നിങ്ങൾക്ക് വ്യക്തതയില്ലേ? ഒരു ക്ലാരിറ്റി കുറവില്ലേ? കാരണം മൈൻഡ് ഫോഗാണ്. അതായത് മനസ്സ് മങ്ങലാണ്. നിങ്ങൾക്ക് വേണ്ടത് വെള്ളരിയും പാലും. ഇത് വ്യക്തത, ക്ലാരിറ്റി നൽകും. ചോദ്യമാണോ? കമൻറ്റ് ചെയ്യൂ. വിശാഖം നക്ഷത്രമുള്ളവർ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രമം ആവശ്യമായി വരുന്നുണ്ടോ? ഡബിൾ എഫേർട്ട് വേണ്ടി വരുന്നുണ്ടോ? കാരണം എനർജി ഇംബാലൻസ് ആണ്. ശരിയായ എനർജി തുലനം ഇല്ല. നിങ്ങൾക്ക് വേണ്ടത് പഴവും തേനും. ഇത് സക്സസ് ഈസ് ചെയ്യും. ഇത് കാര്യങ്ങൾ എളുപ്പമാക്കും. വിശാഖ നക്ഷത്രക്കാർ കമൻറ്റ് ചെയ്യൂ. അനിഴം നക്ഷത്രമുള്ളവർ, നിങ്ങൾക്ക് മറ്റുള്ളവരെ വിശ്വസിക്കാൻ ഭയമാണോ? ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടോ? കാരണം ഇമോഷണൽ ബ്ലോക്കാണ്. ഉള്ളിൽ തടസ്സമുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് കറുത്ത എള്ളും നെയ്യും. ഇത് സ്റ്റെബിലിറ്റി നൽകും. ഇത് സ്ഥിരത നൽകും. അനിഴ നക്ഷത്രക്കാർ കമൻറ്റ് ചെയ്യൂ. തൃക്കേട്ട നക്ഷത്രമുള്ളവർ, നിങ്ങൾ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? അൺഎക്സ്പെക്റ്റഡ് പ്രോബ്ലംസ്. കാരണം നിങ്ങളുടെ പ്രൊട്ടക്ഷൻ വീക്കാണ്. സംരക്ഷണം കുറവാണ്. നിങ്ങൾക്ക് വേണ്ടത് വെള്ളം, തേങ്ങ. ഇത് ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ റിമൂവ് ചെയ്യും. തടസ്സങ്ങൾ കുറയ്ക്കും. തൃക്കേട്ടാണോ? കമൻറ്റ് ചെയ്യൂ. മൂലം നക്ഷത്രമുള്ളവർ, നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ കൂടുതലാണോ? ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് കൂടുതലാണോ? കാരണം റൂട്ട് എനർജി അൺസ്റ്റേബിൾ ആണ്. അടിസ്ഥാന എനർജി ഉറപ്പില്ല. നിങ്ങൾക്ക് വേണ്ടത് തേനും ചന്ദനവും. ഇത് സ്റ്റെബിലിറ്റി നൽകും. ഇത് സ്ഥിരത നൽകും. മൂലം നക്ഷത്രമുള്ളവർ
കമൻറ്റ് ചെയ്യൂ. പൂരാടം നക്ഷത്രം. നിങ്ങളുടെ മനസ്സിന് സമ്മർദ്ദം കൂടുതലാണോ? ഇമോഷണൽ സ്ട്രെസ് ഉണ്ടോ? കാരണം ഹാർട്ട് എനർജി ഇംബാലൻസ് ആണ്. കാരണം നമ്മളുടെ ഉള്ളിൽ സമത്വം ഇല്ല. നിങ്ങൾക്ക് വേണ്ടത് പാലും പൂവും. ഇത് കാംനെസ് നൽകും, ശാന്തത നൽകും. പൂരാടമാണോ? കമൻറ്റ് ചെയ്യൂ. ഉത്രാട നക്ഷത്രമുള്ളവർ, നിങ്ങൾക്ക് ബാധ്യതകൾ, റെസ്പോൺസിബിലിറ്റീസ് ഓവർലോഡഡ് ആണോ? കാരണം നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആണ്. നിങ്ങളുടെ ശക്തി കുറയുന്നു. നിങ്ങൾക്ക് വേണ്ടത് നെയ്യും തേങ്ങയും. ഇത് ശക്തി നൽകും, ഇത് സ്ട്രെങ്ത് നൽകും. ഉത്രാട നക്ഷത്രമുള്ളവർ കമൻറ്റ് ചെയ്യൂ. തിരുവോണ നക്ഷത്രമുള്ളവർ, നിങ്ങൾക്ക് ഭാഗ്യം വൈകുന്നുണ്ടോ? ലക്ക് ഡിലേ ആയതായി തോന്നുന്നുണ്ടോ? കാരണം പ്രോസ്പെരിറ്റി ഫ്ലോ സ്ലോ ആണ്. നമ്മളുടെ സമൃദ്ധിയുടെ എനർജിയുടെ പ്രവാഹം മന്ദഗതിയിലാണ്. നിങ്ങൾക്ക് വേണ്ടത് പാൽ, നെയ്യ്, പഴം. ഇത് അബൻഡൻസ് തുറക്കും. ഇത് നിങ്ങൾക്ക് സമൃദ്ധി നൽകും. തിരുവോണ നക്ഷത്രക്കാർ കമൻറ്റ് ചെയ്യൂ. അവിട്ട നക്ഷത്രം, നിങ്ങൾക്ക് പണമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടോ? ഫിനാൻഷ്യൽ ബ്ലോക്സ്. കാരണം ഫ്ലോ ഇൻബാലൻസ് ആണ്. ആ എനർജി പ്രവാഹം ശരിയല്ല. നിങ്ങൾക്ക് വേണ്ടത് വെള്ളരിയും തേനും. ഇത് മണി ഫ്ലോ ഇംപ്രൂവ് ചെയ്യും. ഇത് നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി നൽകും. അവിട്ടമാണോ? കമൻറ്റ് ചെയ്യൂ. ചതയ നക്ഷത്രമുള്ളവർ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൂടുതലാണോ? എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ. കാരണം വ്യക്തത കുറവാണ്, മൈൻഡ് ക്ലാരിറ്റി കുറവാണ്. നിങ്ങൾക്ക് വേണ്ടത് വെള്ളം, കറുത്ത എള്ള്. ഇത് നിങ്ങൾക്ക് ക്ലാരിറ്റി നൽകും, വ്യക്തത നൽകും. ചതയ നക്ഷത്രം കമൻറ്റ് ചെയ്യൂ. പൂരുരുട്ടാതി നക്ഷത്രമുള്ളവർ, നിങ്ങൾ അധികം ചിന്തിക്കുന്നുണ്ടോ? ഓവർ തിങ്കിങ് ഉണ്ടോ? കാരണം മെൻ്റൽ ഓവർലോഡാണ്, മനസ്സിന് ഭാരമാണ്. നിങ്ങൾക്ക് വേണ്ടത് പാലും തേനും. ഇത് മൈൻഡ് കാം ചെയ്യും. ഇത് മനസ്സിനെ ശാന്തമാക്കും. പൂരുരുട്ടാതി നക്ഷത്രമുള്ളവർ കമൻറ്റ് ചെയ്യൂ. ഉത്രട്ടാതി നക്ഷത്രം, നിങ്ങൾക്ക് കാര്യങ്ങളിലെല്ലാം ഒരു സ്ലോ പ്രോഗ്രസ് ആണോ? നിങ്ങളുടെ പുരോഗതി മന്ദഗതിയിലാണോ? കാരണം നിങ്ങളുടെ എനർജി സ്റ്റക്കാണ്, ശക്തി അടഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടത് നെയ്യ്, ചന്ദനം. ഇത് പ്രോഗ്രസ് സ്പീഡപ്പ് ചെയ്യും, മുന്നോട്ട് പോകാൻ സഹായിക്കും. ഉത്രട്ടാതിയാണോ? കമൻറ്റ് ചെയ്യൂ. രേവതി നക്ഷത്രമുള്ളവർ, നിങ്ങൾക്ക് ലൈഫിൽ ഡയറക്ഷൻ ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴി വ്യക്തമല്ലേ? കാരണം മാർഗനിർദ്ദേശം കുറവാണ്, ഗൈഡൻസ് എനർജി കുറവാണ്. നിങ്ങൾക്ക് വേണ്ടത് പാൽ, പഴം, തേൻ. ഇത് ക്ലാരിറ്റി ആൻഡ് ഗൈഡൻസ് നൽകും, ശരിയായ വഴി കാണിക്കും. രേവതി നക്ഷത്രമുള്ളവർ കമൻറ്റ് ചെയ്യൂ. എപ്പോഴും ഓർക്കുക, പൂജയുടെ അളവല്ല പ്രധാനപ്പെട്ടത്, ശരിയായ രീതിയാണ് പ്രധാനപ്പെട്ടത്. നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു രഹസ്യമാണ്. ഇത് സേവ് ചെയ്യൂ. ഇത് നിങ്ങൾക്ക് വീണ്ടും വേണ്ടി വരും. ഇപ്പോൾ പറയൂ, നിങ്ങളുടെ നക്ഷത്രം ഏതാണ്? കമൻറ്റ് ചെയ്യൂ.